എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് അടുത്തതിൻ്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? അവർ നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെയാണോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, അതോ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നത് നോക്കാം. ഇപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പായി ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം കാണാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം റീഡിങ്ങിലേക്ക് പോകാം. Six of Cups, Page of Wands, Five of Pentacles, Queen of Cups, Five of Swords, Knight of Pentacles, Seven of Pentacles, Queen of Pentacles, Two of Wands, the Sun, Strength, and Ten of Pentacles. നിങ്ങൾക്ക് ഒരു സംശയത്തിലിരിക്കുന്ന ആളുകളാണ് എങ്കിൽ, അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഒരു നല്ല ഇൻറ്റൻഷനോടെ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ആളുകളാണ് എങ്കിൽ, ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അവരുടെ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടെ തന്നെയാണ്. അതിൽ ഒരു തരത്തിലും അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. അവർക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും നിങ്ങളുടെ അടുത്തിരിക്കാനും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തെ അനുഭവിക്കാനും ഒക്കെ വളരെയധികം ആഗ്രഹിച്ചു വന്ന ഒരു എനർജിയാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് തിരികെ വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ കുറച്ചധികം വർഷങ്ങൾ നീണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാലം അടുത്തറിയുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആരോ ഒരാൾ തിരികെ വന്നതായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം അവർക്കറിയാം നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതായത് നിങ്ങൾ വേറൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. നിങ്ങളെ നേടുക എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ടാസ്ക് ആണ് എന്നതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർ എല്ലാം വിശ്വസിച്ച്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടുള്ള ഒരു ഭാവി അല്ലെങ്കിൽ വിധിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് വന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ അവരുടെ അതുവരെയുള്ളായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ യാതൊരുവിധ പ്രതീക്ഷകളോ അല്ലെങ്കിൽ ഒരു സ്വപ്നങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് അവരിന്നേ വരെ ലോകത്തിൽ അനുഭവിക്കാത്ത ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു വളരെ പ്രഷ്യസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി. അതാണ് നിങ്ങളുടെ ഒരു എനർജി. അപ്പൊ അത്രത്തോളം അവർക്ക് അവർ വിചാരിക്കുന്നത് അവർ ഈ ലോകത്തോട് തന്നെ പടവെട്ടി നിങ്ങളെ നേടിയെന്നാണ്. അപ്പം അതായത് ഒരുപാട് പേര് നിങ്ങളെ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ ഉണ്ടാകാം. അവരോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് നിങ്ങളെ നേടിയത് എന്നാണ് ഈ ഒരു ഫൈവ് ഓഫ് സോൾസ് കാർഡിലൂടെ പറയുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നേടിയെടുത്തതിനെ ഇങ്ങനെ വളരെയധികം പ്രൗഡായിട്ട് നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ വളരെയധികം പേഴ്സണലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ്. വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമായിരിക്കാം. അപ്പം അവരെപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ കൂടെ എപ്പോഴും അവരിങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതിപ്പോൾ കുറച്ച് അകലത്തിലാണെങ്കിൽ പോലും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും
അവരെപ്പോഴും നിങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾ, നിങ്ങൾ ആരോടൊക്കെയാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ വാച്ച് ചെയ്യുകയാണ്. അത് ഒരു നെഗറ്റീവായ ഒരു ഇൻറ്റൻഷനിലേ അല്ല, അവർക്ക് നിങ്ങൾ അത്രയും പ്രിയപ്പെട്ട ആളായതുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ അവർ നേടി, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും കാലം അവർ അത്രയും കാലം അവരുണ്ടാക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ നേടിയെടുത്ത് പറയുന്ന വിജയങ്ങൾക്കൊക്കെ മുകളിലാണ് അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥാനം. അപ്പോൾ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡിലും അത് തന്നെയാണ് പറയുന്നത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അവരുടെ ലൈഫിൽ, റിലേഷൻഷിപ്പുകളിലൊക്കെ അവർ കഷ്ടപ്പെട്ട് അതിൻ്റെ ഏറ്റവും അവസാനം അവർക്ക് നേടാനായ ഒരു വിജയം അതായിരുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ഒരു എന്താ പറയുക, ഒരു ആയുഷ്കാലത്തെ സ്വപ്നം മുഴുവൻ സാക്ഷാത്കരിക്കാൻ തക്കതായ ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരു മേ ബി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കാം. അപ്പം എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു പേഴ്സണിന് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത്, ആ ഒരു പേഴ്സണിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത്, അതായത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതാണ് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സണാണ്, ആ ഒരു പേഴ്സണിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് കരുതുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഏറ്റവും അധികം ആ ഒരു വ്യക്തിയെ സ്നേഹം കൊണ്ടാണ് കീഴടക്കിയത്. ഏറ്റവും മോശമായ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളും ആ ഒരു പേഴ്സണും കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. അതായത് രണ്ടുപേരുടെ ലൈഫിലും ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുണയാവുകയും പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാന്ത്വനമായി നിൽക്കുകയും ചെയ്ത ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പം അവർക്ക് അറിയാം, അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു ഫാമിലി ആയിട്ടാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ജനറേഷൻ, അതായത് അവരുടെ പുതിയൊരു ജനറേഷൻ നിങ്ങളിലൂടെ ഉണ്ടാകണം. ആ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ജനറേഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കണം, ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതായത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്വാസം നൽകിയ, അല്ലെങ്കിൽ ഒരു ഏറ്റവും മോശമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തിയ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളോട് ഒരിക്കലും അവർക്കുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇൻറ്റൻഷൻ അല്ല. നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിയുടെ കൂടെ വേണം. എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒരു 2 വാക്കിൽ ഒതുക്കുന്ന ഒരു സംഭാഷണമോ ആയിട്ട് പോലും അങ്ങനെയെങ്കിൽ കൂടിയും നിങ്ങളെ അവരുടെ ലൈഫിൽ ചേർത്ത് പിടിക്കാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.